അടുത്തതായിട്ട് 13th ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഇത് എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. സോ പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. സോ അപ്പൊ ശ്രദ്ധിക്കുക. വാട്ട് നമ്പർ ഷുഡ് ബി ആഡഡ് ടു 3x³ - 5x² + 6x? സോ അപ്പൊ ഇതിന്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യണം. സോ ദാറ്റ് വെൻ ദ റിസൾട്ടിംഗ് പോളിനോമിയൽ, ഈ റിസൾട്ടിംഗ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഏതോ ഒരു വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പോളിനോമിയൽ, അതിനെ ഡിവൈഡ് ബൈ x-3, x-3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും? 8 കിട്ടും. ഇപ്പൊ മനസ്സിലായല്ലോ. സോ ഈ ഫംഗ്ഷന്റെ കൂടെ എന്തോ ഒരു വാല്യൂ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ദ റിസൾട്ടിംഗ് പോളിനോമിയലിനെ x-3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? റിമൈൻഡർ 8 കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഏത് നമ്പർ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാനുള്ള നമ്പർ k എന്ന് എടുക്കാം. ലെറ്റ് k be added to 3x³ - 5x² + 6x. ഇതിന്റെ കൂടെ k ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. therefore റിസൾട്ടിംഗ് പോളിനോമിയൽ ഉണ്ടല്ലോ, റിസൾട്ടിംഗ് പോളിനോമിയൽ f of x is equal to എന്ത് വരും നമുക്ക്? 3x³ - 5x² + 6x + k. സോ അപ്പൊ ഇതാണ് റിസൾട്ടിംഗ് പോളിനോമിയൽ. ഓക്കെ ആണല്ലോ. ഇതിനെയാണ് x-3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. therefore നമുക്ക് എന്ത് എഴുതാം? ഡിവൈഡ് ബൈ x-3. ഇതെല്ലാം ബാക്കി നമുക്ക് അറിയാവുന്നതാണ്. ഇതിനെ x-3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് x-3 is equal to 0, x is equal to 3. therefore നമുക്ക് എന്ത് എഴുതാം? റിമൈൻഡർ തിയറം അനുസരിച്ച് റിമൈൻഡർ is equal to എന്തുവാ? f of 3 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു അവർ പറഞ്ഞിട്ടുണ്ട് 8 ആണെന്ന്. സോ ഈ റിസൾട്ടിംഗ് പോളിനോമിയലിനെ x-3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ f of 3 ആയിരിക്കും റിമൈൻഡർ ബൈ റിമൈൻഡർ തിയറം അനുസരിച്ച്. അവർ പറഞ്ഞിട്ടുണ്ട് റിമൈൻഡർ 8 ആണെന്ന്. സോ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ f of 3 കണ്ടുപിടിക്കുക. f of 3 എത്രയാണ്? 3 × 3³ - 5 × 3² + 6 × 3 + k is equal to 8 കിട്ടും. അപ്പൊ നോക്കി, 3³ 27, 27 × 3 എന്ത് വരും? 81 മൈനസ് 3² 9, 9 5s are 45 plus 6 3s are 18 plus k minus 8 is equal to 0. ഓക്കെ, 8 ഇപ്പുറത്തെടുത്തു. ഓക്കെ അല്ലേ? സോ അപ്പൊ ഇനി നമുക്ക് പോസിറ്റീവ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കാം. 81ഉം 18ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 99 വരും. അതുകൊണ്ട് തന്നെ -45ഉം -8ഉം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര? -53 വരും. സോ പ്ലസ് k is equal to 0. സോ അപ്പൊ 99 ന് 53 കുറയ്ക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും നമുക്ക്? 46 കിട്ടും. സോ 46 പ്ലസ് k is equal to 0. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 46 പ്ലസ് k is equal to 0 ആണെങ്കിൽ k is equal to -46. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കുക, ഈ പോളിനോമിയൽ ഫംഗ്ഷനിന്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോളിനോമിയലിനെ x-3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 8 കിട്ടുമെന്നാണ്. നമ്മൾ ചെയ്യേണ്ടത് k ആണ് അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടതെന്ന് കരുതുക. അതിനുശേഷം k നെ ആഡ് ചെയ്ത് കൊടുക്കുക. k നെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ x-3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ തിയറം അനുസരിച്ച് കണ്ടുപിടിക്കുക. അവർ പറഞ്ഞിട്ടുള്ള റിമൈൻഡർ ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുക. k യുടെ വാല്യൂ കിട്ടും. സിമ്പിൾ അല്ലേ? സോ അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് 2-3 പ്രാവശ്യം ചെയ്ത് നോക്കാം. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തതിന്റെ സെയിം കാറ്റഗറി ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഒരേ ഡിഫറൻസേ ഉള്ളൂ. വാട്ട് നമ്പർ ഷുഡ് ബി ആഡഡിന് പകരം വാട്ട് നമ്പർ ഷുഡ് ബി സബ്ട്രാക്റ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രം x³ + 3x² - 8x + 14 so that on dividing it by x-2 the remainder is 10. അതായത് ഈ പോളിനോമിയലിനകത്ത് നിന്ന് എന്ത് കുറച്ചതിന് ശേഷം x-2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന്? 10 കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കപ്പോ എന്ത് ചെയ്യാം? ലെറ്റ് k should be subtracted from x³ + 3x² - 8x + 14 എന്ന് എഴുതാം. therefore resulting polynomial f of x is equal to x³ + 3x² - 8x + 14 മൈനസ് k എന്ന് കിട്ടും. സോ therefore ഇതാണ് എന്ത്? നമ്മുടെ റിസൾട്ടിംഗ് പോളിനോമിയൽ. ഇതിനെ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. സോ therefore k യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. therefore നമുക്ക് പറയാം ഡിവൈഡഡ് ബൈ x-2.
Therefore, x minus 2, let x minus 2 is equal to 0, x is equal to 2. Therefore, നമുക്കറിയാം റിമൈൻഡർ തിയറം അനുസരിച്ച് റിമൈൻഡർ is equal to f of 2 ആണ്. അതെന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, 10 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. f of 2 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2 ക്യൂബ്, ഇവിടെ x ന് പകരം 2 കൊടുത്താൽ 2 ക്യൂബ് പ്ലസ് 3 into 2 സ്ക്വയർ minus 8 into 2 plus 14 minus k is equal to 10. Okay, 2 cube 8 plus 2 square 4 into 3 എത്ര 12 minus 16 plus 14 minus k minus 10 is equal to 0. So positives എല്ലാം കൂടി ആഡ് ചെയ്യാം. 8 ഉം 12 ഉം കൂടി 20 plus 14 എന്ത് വരും 34 minus വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യാം. minus 16 ഉം minus 10 കൂടെ minus 26 എന്ന് വരും. ഓക്കെ അല്ലേ? minus 26 minus k is equal to 0. 34 ന്ന് 26 കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 8 minus k is equal to 0 എന്ന് കിട്ടും. Therefore 8 minus k is equal to 0. 8 is equal to minus k അപ്പുറത്തും plus k. Therefore 8 is equal to k അല്ലെങ്കിൽ k is equal to 8. സോ അപ്പം ഈ പോളിനോമിയൽ ഫംഗ്ഷനകത്ത് നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ അതിനെ x മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. സിമ്പിൾ അല്ലേ? സോ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണോ സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതിന് പകരം k സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ x മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിക്കുക. f of 2 ആണ് റിമൈൻഡർ. അതിനെ 10 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. Therefore എന്തിന്റെ വാല്യൂ കിട്ടും? k യുടെ വാല്യൂ കിട്ടും. സിമ്പിൾ അല്ലേ? അടുത്തത് നോക്കിയേ, 15th ക്വസ്റ്റ്യൻ ആണ്. The polynomial 2x cube minus 7x square plus ax minus 6 and x cube minus 8x square plus 2a plus 1 into x minus 16 leaves the same remainder. Therefore, ഇതിന് രണ്ടിനും സെയിം റിമൈൻഡർ ആണ്. എപ്പോൾ? when divided by x minus 2. സോ അപ്പൊ രണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻസ് ഉണ്ട്, അതിന് സെയിം റിമൈൻഡർ ആണ് എപ്പോൾ x minus 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് a എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ അപ്പൊ സിമ്പിൾ ആണ്. ഫസ്റ്റില് നമുക്ക് എന്ത് ചെയ്യാം? f of x എടുത്ത് എഴുതാം. f of x എന്തുവാ? 2x cube minus 7x square plus ax minus 6. ഓക്കെ അല്ലേ? ഇതിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? x minus 2 കൊണ്ട് divided by x minus 2. Therefore നമുക്ക് എന്ത് ചെയ്യാം? let x minus 2 is equal to 0, x is equal to 2. സോ അപ്പൊ ഈ കേസിലുള്ള റിമൈൻഡർ കണ്ടുപിടിക്കാം. റിമൈൻഡർ is equal to f of 2 is equal to 2 into 2 cube minus 7 into 2 square plus a into 2 minus 6. That is equal to എന്ത് കിട്ടും? f of 2 എന്ത് കിട്ടും? 2 cube 8, 8 2s are 16 minus 2 2s are 4, 4 7s are 28 plus 2a minus 6. Therefore again f of 2 എന്ത് കിട്ടും? minus 18 plus 2a എന്ന് കിട്ടും. ഇതാണ് f of 2. അതായത് ഈ കേസിലെ റിമൈൻഡർ. ഈ ഫംഗ്ഷനെ x മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് f of 2. അടുത്തതായിട്ട് നമുക്ക് അടുത്ത ഫംഗ്ഷന് g of x എന്ന് കൊടുക്കാം. ഓക്കെ, രണ്ടും f of x കൊടുക്കാതിരിക്കാനാണ് g of x കൊടുക്കുന്നത്. Therefore എന്ത് കിട്ടും? x cube minus 8x square plus 2a plus 1 into x minus 16. അതിനെയും സെയിം എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? x minus 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. Therefore let x minus 2 is equal to 0, x is equal to 2. Therefore അവിടുത്തെ റിമൈൻഡർ എന്താണ്? f of 2 f of 2 അല്ല, അവിടുത്തെ റിമൈൻഡർ എന്താണ്? g of 2. കാര്യം ഇവിടെ g of x ഫംഗ്ഷൻ. Therefore g of 2 ആണ് റിമൈൻഡർ. That is equal to 2 cube minus 8 into 2 square plus 2a plus 1 into ഇവിടെ 2 കൊടുക്കണം minus 16. ഇതാണ് ഇവിടുത്തെ റിമൈൻഡർ. That is equal to 2 cube 8 minus 2 square എന്തൊരു 4, 4 8s are 32 plus നമുക്ക് ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 2a 4a plus 2 minus 16 എന്ന് വരും. ഓക്കെ അല്ലേ? സോ അപ്പൊ പോസിറ്റീവ്സ് ആഡ് ചെയ്ത് നോക്കേ. 8 ഉം 2 ഉം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 10 minus 32 minus 16 കൂടെ ആകുമ്പോഴത്തേക്ക് 48 minus 48 plus 4a എന്ന് വരും. ഓക്കെ, ഒന്നുകൂടെ ചെയ്യുമ്പോഴത്തേക്ക് minus 38 plus 4a എന്ന് വരും. ഇതാണ് എന്ത്? g of 2. അപ്പൊ ശ്രദ്ധിക്കുക, f of 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിലെ റിമൈൻഡർ, g of 2 സെക്കൻഡ് കേസിലെ റിമൈൻഡർ. ഇവിടെ തന്നിട്ടുണ്ട് റിമൈൻഡേഴ്സ് ആർ സെയിം എന്ന്. Therefore നമുക്ക് പറയാം f of 2 is equal to g of 2 എന്ന്. നോക്കിയേ, f of 2 is equal to g of 2 എന്ന് പറയാം അല്ലെ? f of 2 എന്തുവാ? minus 18 plus 2a ആണ് f of 2. g of 2 എന്ത് വരും? minus 38 plus 4a എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മാത്രം മതി. നമുക്ക് എന്ത് ചെയ്യാം? minus 2a അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ എന്ത് സംഭവിക്കും? minus 18, ഈ 38 ഇപ്പുറത്ത് വരുമ്പം
പ്ലസ് 38 ഇസ് ഈക്വൽ ടു മൈനസ് പ്ലസ് 4a ഈ മൈനസ് 2 അപ്പുറത്ത് വരുമ്പോൾ മൈനസ് 2a. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? 20 ഇസ് ഈക്വൽ ടു 2a, 2a ഇസ് ഈക്വൽ ടു 20, a ഇസ് ഈക്വൽ ടു എന്ത് വരും? 20/2, a ഇസ് ഈക്വൽ ടു എത്ര വരും? 10 വരും. സോ അപ്പം ഈ കേസ് വളരെ സിമ്പിൾ ആണ്. ഈ രണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻസ് ഉണ്ട്, അതിനെ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പൊ റിമൈൻഡർ തിയറം അറിയാവുന്ന ആർക്കും ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഫംഗ്ഷൻ f of x, അതിനെ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. x-2 is equal to 0, x is equal to 2. സോ അവിടുത്തെ കേസിൽ റിമൈൻഡർ എന്തോ f of 2. ആ കേസ് -18 + 2a എന്ന് കിട്ടി f of 2. അടുത്ത കേസിൽ ഫംഗ്ഷൻ g of x എന്ന് കൊടുക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു x-2 കൊണ്ട്. അവിടുത്തെ റിമൈൻഡർ g of 2 ആണ്. g of 2 എന്ത് കിട്ടി? -38 + 4a കിട്ടി. സോ f of 2 ഉം g of t തുല്യമാണ്. f of 2 ഉം g of 2 എന്താണ്? തുല്യമാണ്. അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് a യുടെ വാല്യൂ എത്ര കിട്ടും? 10 കിട്ടും. ഈസി അല്ലേ? സോ അപ്പൊ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിനു ശേഷം എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ ആണ്. 2013 എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ചെയ്ത അതേ കാറ്റഗറി ക്വസ്റ്റ്യൻ തന്നെയാണ്, വേറെ ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. സോ x-2 is a factor of this expression 2x³ + ax² + bx - 14. അതായത് x-2 ഇതിന്റെ ഫാക്ടർ ആണ്. ആൻഡ് വെൻ ദ എക്സ്പ്രഷൻ ഈസ് ഡിവൈഡഡ് ബൈ x-3, ഇതിനെ x-3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ റിമൈൻഡർ 52 ആണ്. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് a and b. അപ്പൊ സിമ്പിൾ ആണ്. സോ നോക്കിയേ, x-2 ഇതിന്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇതിനെ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ റിമൈൻഡർ 0 എന്ന് ഇക്വേറ്റ് ചെയ്യണം. സോ ഈ കേസിൽ x-3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 52 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പൊ അങ്ങനെയുള്ള രണ്ട് കേസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എയിലും ബിയിലും ഉള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതുപോലെ തന്നെ സോൾവ് ചെയ്യുമ്പോൾ എയുടെയും ബിയുടെ വാല്യൂ കിട്ടും. സോ അപ്പൊ ഞാൻ ചെയ്യാൻ പോവാണ്. ഫസ്റ്റിലെ f of x എടുത്ത് എഴുതുവാണ്. f of x എന്താണ്? 2x³ + ax² + bx - 14 ആണ് f of x. സോ അതിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഡിവൈഡഡ് ബൈ x-2 ആണ്. നമുക്കറിയാം റിമൈൻഡർ എന്താണ്? 0. കാരണം എന്താണ്? ഇതിന്റെ ഫാക്ടർ ആണ്. കാര്യം എന്താണ്? x-2 ഇതിന്റെ ഫാക്ടർ ആണെന്ന് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. സോ റിമൈൻഡർ 0. നമുക്കറിയാം ലെറ്റ് x-2 is equal to 0 എന്ന് കൊടുക്കണം. x is equal to 2. therefore റിമൈൻഡർ is equal to f of 2 ആയിരിക്കും. അത് എന്തായിരിക്കും? 0 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, therefore f of 2 കണ്ടുപിടിക്കുക. f of 2 എന്താണ്? 2 × 2³ + a × 2² + b × 2 - 14 is equal to 0. 2³ 8, 8 × 2 16 + 2² 4, 4a + 2b - 14 is equal to 0. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ 4a + 2b 16 ഉം -14 കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് +2 ആവും. അത് അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് -2 ആവും. ഓക്കെ അല്ലേ? ഇത് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കും? 2a + b is equal to -1. സോ ഇതാണ് ഒരു ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ 1. അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും f of x ഒന്നുകൂടെ എടുത്ത് എഴുതാം. എന്ത് കിട്ടും? 2x³ + ax² + bx - 14 ആണ് f of x. അതിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? x-2 ഡിവൈഡഡ് ബൈ x-3. റിമൈൻഡർ എന്താണ്? റിമൈൻഡർ തന്നിട്ടുണ്ട്. നമുക്ക് എന്താണെന്നറിയാം? റിമൈൻഡർ എന്താണ്? റിമൈൻഡർ എന്താണ്? 52 നമുക്ക് തന്നിട്ടുണ്ട്. therefore let നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റിമൈൻഡർ തിയറം അനുസരിച്ച് x-3 is equal to 0 എടുക്കാം. x is equal to 3. therefore റിമൈൻഡർ എന്ത് വരും? f of 3 ആയിരിക്കും. അതിനെ നമ്മൾ എന്താ ഇക്വേറ്റ് ചെയ്യണം? 52 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കൊടുക്കണം. therefore f of 3 എന്ന് പറയുമ്പോഴത്തേക്ക് 2 × 3³ + a × 3² + b × 3 - 14 is equal to 52. ഓക്കെ, 3³ എന്ത് വരും? 27. 27 × 2 54 + 9a + 3b - 14 is equal to 52. നോക്കേ, 54 ൽ നിന്ന് 14 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 40 കിട്ടും. അപ്പം 40 + 9a + 3b is equal to 52. നോക്കിയേ, 9a + 3b is equal to 40. അപ്പുറത്ത് പോകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യും. 52 ന്ന് 40 ആകുമ്പോൾ 12 എന്ന് കിട്ടും. ഇത് നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3a + b is equal to 4 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ ആയില്ലേ? അടുത്തതായിട്ട് ഈ രണ്ട് ഇക്വേഷൻസിനെ നമ്മൾ സോൾവ് ചെയ്യണം.
നോക്കിക്കേ, ഈ രണ്ട് ഇക്വേഷൻസ് ഞാൻ എടുത്ത് എഴുതി കഴിഞ്ഞു. സോ അപ്പൊ ഞാൻ എലിമിനേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ബിയുടെ കോഎഫിഷ്യന്റ് 1, ഇവിടെയും ബിയുടെ കോഎഫിഷ്യന്റ് 1, സെയിം സൈൻ ആയതുകൊണ്ട് ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഇക്വേഷൻ നമ്പർ 2 കുറയ്ക്കുവാണെങ്കിൽ ബി മൈനസ് ബി എന്ത് വരും? 0 വരും. സോ അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ സൈൻ മാറ്റും. ഓക്കെ, സൈൻ മാറ്റിയിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 2aയും മൈനസ് 3aയും കൂടെ ആകുമ്പോൾ മൈനസ് എ പ്ലസ് ബിയും മൈനസ് ബിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 is equal to 1 minus 1 minus 4 കൂടെ ആകുമ്പോൾ മൈനസ് 5. Therefore minus a is equal to minus 5, a is equal to 5. Okay. Put a is equal to 5 in equation 1 ഇട്ട് കൊടുക്കാം. Therefore equation 1 എന്താവും? 2a plus b is equal to minus 1. 2 into 5 plus b is equal to minus 1. 10 plus b is equal to minus 1. b is equal to minus 1 minus 10. b is equal to minus 11. So a എന്ത് കിട്ടി? 5 കിട്ടി. b എന്ത് കിട്ടി? minus 11 കിട്ടി. സോ അപ്പൊ 2013 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ശ്രദ്ധിച്ച് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, അടുത്തതായിട്ട് 17th ക്വസ്റ്റ്യൻ ആണ്. 8A ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 2015 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് a if the two polynomials ax cube minus 3x square minus 9 and 2x cube plus 4x minus a leave the same remainder when divided by x plus 3. So അപ്പൊ ഈ രണ്ട് പോളിനോമിയലിനെ x plus 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് a. അപ്പൊ ഈ കാറ്റഗറി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? f of x എഴുതാം. f of x is equal to എന്ത് എഴുതാം? ax cube plus 3x square minus 9. സോ അപ്പൊ അതിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? x plus 3. Therefore നമുക്ക് എന്ത് ചെയ്യാം? let x plus 3 is equal to 0. അപ്പൊ എന്ത് കിട്ടും? x is equal to minus 3. Therefore റിമൈൻഡർ തിയറം അനുസരിച്ച് റിമൈൻഡർ എന്ത് വരും? f of minus 3 വരും. സോ f of minus 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a into minus 3 യുടെ ക്യൂബ് plus 3 into minus 3 യുടെ സ്ക്വയർ minus 9. Okay. That is equal to minus 3 യുടെ ക്യൂബ് 27. Therefore minus 27a plus 3 square എന്തുവാ? 9. 9 3s are 27 minus 9 is equal to minus 27a plus 27 minus 9 ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 18 എന്ന് കിട്ടും. സോ ഇതാണ് f of minus 3 എന്ന് പറയുന്നത്. സോ അപ്പൊ അടുത്ത കേസിൽ നമുക്ക് ആ ഫംഗ്ഷന് നമുക്ക് g of x എടുക്കാം. ഓക്കെ, നേരത്തെ അങ്ങനെയാണല്ലോ എടുത്തത്. 2x ക്യൂബ് പ്ലസ് 4x പ്ലസ് a. സോ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സെയിം x പ്ലസ് 3 കൊണ്ടാണ്. Therefore let x plus 3 is equal to 0, x is equal to minus 3. ഈ കേസിൽ റിമൈൻഡർ എന്ത് വരുന്നുണ്ട്? g of minus 3 ആണ് റിമൈൻഡർ. g of minus 3 എന്ത് വരും? g of minus 3 is equal to 2 into minus 3 യുടെ ക്യൂബ് plus 4 into minus 3 plus a ആണ്. That is equal to minus 3 യുടെ ക്യൂബ് 27. 27 into 2 ആകുമ്പോഴത്തേക്ക് 54 minus 54 minus 12 plus a. That is equal to എന്ത് വരും? minus 66 plus a എന്ന് വരും. അതാണ് g of minus 3. ഓക്കെ അല്ലേ? സോ നമുക്കറിയാം രണ്ടിനെ സെയിം റിമൈൻഡർ ആണ്. Therefore f of minus 3യും g of minus 3 എന്തുവാണ്? ഈക്വൽ. നമ്മൾ ഇവിടെ എഴുതണം remainders are equal. Therefore f of minus 3 is equal to g of minus 3. That is equal to minus 27a. ഇതാണ് ഇവിടെ എഴുതുവാണ്. minus 27a plus 18 എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും minus 66 plus a എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? സോ minus 27a, ഈ a ഇപ്പുറത്ത് വരുമ്പോൾ minus a ആവും, is equal to minus 66. ഇത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? minus 88 ആവും. സോ minus 28a is equal to minus 84 എന്ന് കിട്ടും. Therefore a is equal to minus 84 divided by minus 28 എന്ന് കിട്ടും. Therefore a is equal to മൈനസും മൈനസും ക്യാൻസൽ ആയി പോയി. 84 by 28 എന്ന് പറഞ്ഞാൽ ആൻസർ 3 ആണ്. ക്ലിയർ അല്ലേ? സോ അപ്പം ശ്രദ്ധിക്കുക, 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് പോളിനോമിയലിലെയും എക്സ് മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ സെയിം ആണ്. സോ റിമൈൻഡർ തിയറം അനുസരിച്ച് രണ്ട് റിമൈൻഡറും കണ്ടുപിടിച്ച് വെക്കുക. അത് എയിലുള്ള ഇക്വേഷൻസ് ആയിരിക്കും. അതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുക, എയുടെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ?